വെൽക്കം ടു ഹെൽത്തി ലൈഫ്. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്നത്തെ വീഡിയോ ബ്രഹ്മിയെക്കുറിച്ചിട്ടാണ്. ബ്രഹ്മിയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്താണ്, അതുപോലെ തന്നെ ബ്രഹ്മി ഓയിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ബ്രഹ്മി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പണ്ട് തൊട്ടേ അറിയാവുന്നതുപോലെ ഒരു പവർഫുൾ ബ്രെയിൻ ടോണിക്കാണ്. അതുപോലെ തന്നെ ഒരു മേധ്യ രസായനമാണ്, അതായത് ഒരു നെർവൈൻ ടോണിക്കാണ്. അപ്പോൾ നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ധാരണാശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ് ബ്രഹ്മി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ തലച്ചോറിലെ ബ്ലഡ് സപ്ലൈ, രക്തപ്രവാഹത്തെ കൂട്ടിയിട്ട് തലച്ചോറിലെ നാഡീ ഞരമ്പുകളെ ബലപ്പെടുത്തുന്നു. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമായിട്ട് നമുക്ക് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ആൻറ്റി എപ്പിലെപ്റ്റിക്കാണ്. അപസ്മാരത്തിൻ്റെ രോഗങ്ങളുടെ കേസസിൽ നമ്മൾ പല രൂപത്തിലിത് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ളവർക്ക്, ഇൻസോംനിയ കണ്ടീഷൻസിൽ നമ്മളിത് കൊടുക്കാറുണ്ട്. ഇത് ഒരു സ്വരശുദ്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മലബന്ധത്തിന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇതൊരു ചെറിയൊരു ലാക്സേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡോസേജ് ശ്രദ്ധിക്കണം. ഡോസേജ് അധികമായി പോകരുത്. നമ്മുടെ കഫവാത രോഗങ്ങളെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നീര് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സ്വരശുദ്ധിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ അബ്സെസ്, നമ്മൾ നല്ല വേദനയുള്ള അബ്സെസിൽ ഉള്ള കണ്ടീഷൻ, ഇത് പൊട്ടാതിരിക്കുന്ന കണ്ടീഷനിൽ ഇതിൻ്റെ ഇല അരച്ച് ലേപനമായിട്ടിടുമ്പോൾ അത് പൊട്ടിയിട്ട് പഴുപ്പ് പോവാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് പലതരത്തിലും അവൈലബിൾ ആണ്. ബ്രഹ്മി ലേഹ്യവും രസായനവും ബ്രഹ്മി ഘൃതമായിട്ടും ചൂർണമായിട്ടും ടാബ്ലറ്റ്സ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ കൊടുക്കുന്നത് ഒരു ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വീട്ടിലൊക്കെ ബ്രഹ്മി നിങ്ങൾ നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ നീര്, സ്വരസം എടുത്തിട്ട് രാവിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ അതൊരു 3 ml തൊട്ടൊക്കെ കൊടുക്കാവുന്നതാണ്. അത് പാലിനോടൊപ്പം കൊടുക്കാം, അതുപോലെ തന്നെ ഘൃതത്തിനോടും ഒക്കെ കൊടുക്കാം. ഇത് ഒരു തിക്തരസമാണ്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ നമുക്ക് ഇത് വളരെ കുറച്ച് തേനൊക്കെ ചേർത്തിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ച പൊടി പാലിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്, ഒരു വളരെ ചെറിയ ക്വാണ്ടിറ്റി പാലിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഇനി ബ്രഹ്മി ഓയിൽ, ബ്രഹ്മി തൈലത്തിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ബ്രഹ്മി തൈലം നമ്മുടെ സ്കാൽപ്പിനെ നറിഷ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. സ്കാൽപ്പിനെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫിനെ കുറയ്ക്കും, ഹെയർ ഗ്രോത്ത് പ്രൊമോട്ടാവും, ഹെയർ ഫോൾ കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ അകാല നര തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിന് ശീതവീര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനും തലയ്ക്കുമൊക്കെ കുളിർമയേകാൻ വളരെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസോംനിയ കണ്ടീഷൻസിൽ ഉറക്കക്കുറവുള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ യൂസ്ഫുള്ളായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് ബ്രഹ്മി ഓയിൽ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് ബ്രഹ്മിയെക്കുറിച്ച് പറയാനുള്ളത്. വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ് ഈ ബ്രഹ്മി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായിട്ട് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ കോമൻറ്റായിട്ട് അറിയിക്കുക. ഞാൻ റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.